നിങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നു. അപ്പോൾ നിങ്ങളുടെ പ്രസന്റേഷൻ സ്റ്റൈൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്തായാലും ഈ കേക്ക് കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അത് വെച്ചുകൊണ്ട് ഇവരെല്ലാവരും ഓരോ കഷ്ണം കേക്ക് എടുക്കുകയാണ്. പക്ഷെ ഇത് കഴിക്കാൻ വേണ്ടി അവർ വായിട്ടപ്പോൾ അപ്പം തന്നെ അവരത് തുപ്പിക്കളയാണ് പുറത്തേക്ക്. എന്താണ് സംഭവിച്ചത്? കാരണം എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ നിങ്ങൾ ആ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഷുഗർ ഉപയോഗിക്കുന്നതിന് പകരം സാൾട്ടാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും കയ്പ്പ് വന്നതും അവരെല്ലാം തുപ്പിക്കളഞ്ഞതും. ഇതേപോലെ നിങ്ങൾ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രാൻഡിങ്ങിന്റെ ആ ഒരു അട്രാക്ഷൻ കണ്ടുകൊണ്ട് ഒരുപാട് പേര് അതിനകത്ത് അകത്തേക്ക് വരികയും എന്നിട്ട് വളരെ മോശമായുള്ളൊരു എക്സ്പീരിയൻസ് കസ്റ്റമർക്ക് ഉണ്ടാവുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന മിസ്റ്റേക്കുകളായിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, ഇൻകൺസിസ്റ്റന്റ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യുന്നോ അതേപോലെ ആയിരിക്കണം വെബ്സൈറ്റിൽ ഉണ്ടാവട്ടെ, അതേപോലെ ആയിട്ട് നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡിൽ ഉണ്ടാവട്ടെ, അതേപോലെ ആയിരിക്കും നിങ്ങളുടെ ബ്രൗഷറിൽ ഉണ്ടാവട്ടെ. എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണം. നിങ്ങളുടെ ഫോണ്ട് സ്റ്റൈൽ ഒരേപോലെ ആയിരിക്കണം, നിങ്ങളുടെ കളർ തീം ഒരേപോലെ ആയിരിക്കണം, നിങ്ങളുടെ ലോഗോ സ്റ്റൈൽ ഒരേപോലെ ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് കസ്റ്റമർ നിങ്ങൾ കൂടുതലായിട്ട് ട്രസ്റ്റ് ചെയ്തുള്ളൂ. ലാക്ക് ഓഫ് ക്ലാരിറ്റി, രണ്ടാമത്തെ പോയിന്റ് അതാ. നിങ്ങൾ പറയുന്ന മെസ്സേജുകൾ വളരെ ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങളൊരു ലോഗോ കൊടുത്തു, അത് റെഡ് കളർ ലോഗോ ആണെന്ന് വിചാരിച്ചോ, എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ പോയപ്പോൾ അതൊരു ബ്ലൂ കളർ ലോഗോ ആണെന്ന് വിചാരിച്ചോ, ടാഗ് ലൈൻസ് വ്യത്യാസമാണെന്ന് വിചാരിച്ചോ, നിങ്ങൾ പറയുന്ന സ്റ്റൈലുകൾ മാറ്റമുണ്ടെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും കസ്റ്റമർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ ബ്രാൻഡ് ഒരിക്കലും വളരത്തില്ല. മൂന്നാമത്തെ കാര്യം, ഇഗ്നോറിങ് കസ്റ്റമർ എക്സ്പീരിയൻസ്. കസ്റ്റമറുടെ എക്സ്പീരിയൻസ് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. ഉദാഹരണമായിട്ട് നിങ്ങളൊരു കാര്യം ഓഫർ ചെയ്യണം, 24 മണിക്കൂറും അതായത് 24/7 സപ്പോർട്ട് നിങ്ങൾ എഴുതി വെച്ചു വിചാരിച്ചോ. പക്ഷെ രാത്രി 10 മണിക്ക് ഫോൺ വിളിക്കുമ്പോൾ എടുക്കാൻ ആളില്ലെങ്കിലോ എന്താണ് ആ കസ്റ്റമർക്ക് തോന്നുന്നുണ്ടാവും? അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ നിങ്ങളെ ബ്രാൻഡിങ്ങിലൂടെ ഓഫർ ചെയ്യാവൂ. അത് കൃത്യമായിട്ട് കൊടുത്തേ മതിയാവും. ഓക്കെ, നമുക്ക് ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടെ ബിസിനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിലും താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക, വാട്സപ്പ് അയച്ചാൽ മതി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.